السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. വളരെ സമാദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, പ്രഗത്ഭരായ ഉസ്താദുമാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരെ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ റേഞ്ച് കമ്മിറ്റികളുടെയും സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കമ്മിറ്റികളുടെയും SKSSFൻ്റെ സോൺ കമ്മിറ്റിയുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ വളരെ പ്രൗഢമായ ഒരു മഹാറാലി സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന് അതിനെ തുടർന്നുള്ള 100ാം വാർഷിക പ്രചരണ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്കറിയാം, കാസർകോട്ടെ കുണിയയിലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിൽ ജനലക്ഷങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ സമ്മേളനത്തിലേക്ക് ഇനിയും ആളുകളെ ക്ഷണിക്കാനും സമ്മേളന പ്രചരണം നടത്താനുമല്ല ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത്. കാരണം സമ്മേളനത്തിൻ്റെ പ്രചരണങ്ങളും സന്ദേശവുമൊക്കെ വളരെ വ്യാപകമായി നടന്നു. സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട ശതാബ്ദി സന്ദേശയാത്ര മംഗലാപുരത്തെ ഒരു മഹാസമ്മേളനത്തോടെ അടിയാർ കണ്ണൂരിൽ സമാപിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ സ്വീകരണ സമ്മേളനങ്ങളിൽ മാത്രം തടിച്ചുകൂടിയ ജനങ്ങൾ, അവരൊക്കെ മിക്കവാറും സംഘടനാ പ്രതിനിധികളും സംഘടനാ നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ടവരുമാണ്. അവര് തന്നെ കാസർകോട്ടേക്ക് ഒഴുകിയെത്തിയാൽ ആ സമ്മേളന നഗരി വീർപ്പുമുട്ടും. അപ്പൊ ജനങ്ങളെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ ഇനി ഒരു പ്രചരണത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള പ്രചരണങ്ങളും റാലികളും സമ്മേളനങ്ങളും ഒക്കെ നടത്തുന്നത് സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയവും സമസ്തയുടെ ആശയവും സമസ്തയുടെ ആദർശവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. ഇവിടെ നേരത്തെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ കന്നഡയിലെ പ്രസംഗങ്ങളാണെങ്കിലും അത് കുറേയൊക്കെ നമുക്കതിൽ നിന്ന് ആശയങ്ങൾ മനസ്സിലാകുമല്ലോ, മലയാളികളായ ഞങ്ങൾക്കും. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലനിർത്തിയ നമ്മുടെ ആദർശം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി അതിവിടെ നിലനിൽക്കണം, അത് അടുത്ത തലമുറക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന വലിയൊരു ദൗത്യം, വലിയൊരു ഉത്തരവാദിത്വം. ഇവിടെ ഈ വലിയ സമ്മേളനവും ഈ റാലിയും ഒക്കെ നടത്താൻ ജമിയത്തുൽ മുഅല്ലിമീനും SKSSFനും മാനേജ്മെന്റ് കമ്മിറ്റിക്കും ഇതിന്റെ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വളരെ വലിയ കഠിനാധ്വാനമുണ്ട്, വലിയ സാമ്പത്തിക ചെലവുണ്ട്. എന്തിനാണ് ഈ സമ്പത്തും ഈ അധ്വാനവും ചെലവഴിക്കുന്നത്? ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, നമ്മുടെ അടിത്തറ, സമസ്തയുടെ വഴി, അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ, നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ. അത് തന്നെയല്ലേ സമസ്തയുടെ ചരിത്രം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത് നമ്മുടെ നേരായ വഴി, സിറാത്തുൽ മുസ്തഖീം എന്ന പാന്താവ് ഇവിടെ നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ മാത്രമാണ്. ഏതാണ് നേരായ വഴി എന്ന് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പഴച്ചുപോയ വഴികൾ ഏതാണ്, മനുഷ്യൻ അവന്റെ പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന വഴികൾ ഏതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും ചേർത്ത് നിർത്താനും എല്ലാവരുടെ വഴിയും നല്ലതാണ് എന്ന് പറയാനും അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ വന്നത്. പുതിയ കാലഘട്ടത്തിൽ പല ആളുകളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, എല്ലാവരും നല്ലവരാണെന്ന് പറയണം. മുജാഹിദുകളും നല്ലവരാണ്, ജമാഅത്തും നല്ലവരാണ്, തബ്ലീഗും നല്ലവരാണ്, എല്ലാവരും നിസ്കരിക്കുന്നവരാണ്, എല്ലാവരും ഖുർആൻ ഓതുന്നവരാണ്, എല്ലാവരും നോമ്പെടുക്കുന്നവരാണ്, ഉമ്മത്ത് ഒന്നാണ്, ഉമ്മത്തിന്റെ ഇലാഹു ഒന്നാണ്, ഉമ്മത്തിന്റെ ഇമാം ഒന്നാണ്, ഖുർആൻ ഒന്നാണ്, നബി ഒന്നാണ്. പിന്നെ എന്തിനാണ് ഈ തമ്മിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്?
ഇതാണ് പുതിയ കാലഘട്ടത്തിൽ പറയേണ്ടത് എന്ന് നിഷ്കളങ്കരായ കുറെ ആളുകൾ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ശൈലി എന്താണ്? നാം ഓരോരുത്തരും 5 വഖത്ത് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ, ഏത് നിസ്കാരത്തിലും, സുന്നത്ത് നിസ്കാരങ്ങളിലും മയ്യത്ത് നിസ്കാരം വരെ, ലാ സ്വലാത്ത ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നിസ്കാരം സ്വഹീഹ് അല്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് സൂറത്തുൽ ദുആ എന്നാണ്, മറ്റൊരു പേര് സൂറത്തുൽ മസ്അല എന്നാണ്. ഉമ്മുൽ കിതാബായ ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തിൽ ഒരു ദുആയേ ഉള്ളൂ, 7 ആയത്തിൽ ഒരു മസ്അലയേ ഉള്ളൂ, ഒരു ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യം ഏതാണ്? ആ പ്രാർത്ഥന ഏതാണ്? ദുആ ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിൽ ഞങ്ങളെ ഹിദായത്തിലാക്കി അടിയുറപ്പിച്ച് നിർത്തണം. ഇത് എല്ലാ മുസ്ലിങ്ങളും ആണും പെണ്ണും 5 നേരം നിസ്കരിക്കുമ്പോൾ നിർബന്ധമായി റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. ഏതാണ് നേരായ വഴി അല്ലാഹ് ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടാ എന്നല്ല, നേരായ വഴിയിൽ ഞങ്ങളെ ഹിദായത്തിലാക്കി അടിയുറപ്പിച്ച് നിർത്തണം. ഏതാണ് നേരായ വഴി നമുക്കറിയാം, അതറിയണം, അറിഞ്ഞുകൊണ്ട് ചോദിക്കണം. അതിനാണ് അവിടെ ഒരു വിശദീകരണം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഏതാണ് നേരായ വഴി എന്ന് അള്ളാഹുവിനോട് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയല്ല, നേരായ വഴി ഏതാണ് എന്ന് ചോദിക്കുന്ന നമുക്കൊരു ബോധ്യമുണ്ടാവാനാണ്, നമ്മെ അത് ഓർമ്മപ്പെടുത്താനാണ്. റബ്ബേ നേരായ വഴി സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ദേഷ്യം കിട്ടിയവരുടെ വഴിയല്ല. വലദ്ദാലീൻ, പഴച്ചുപോയവരുടെ വഴിയുമല്ല. പഴച്ചുപോയവരാരാണ് എന്ന് ഉമ്മത്ത് അറിയണ്ടേ? അള്ളാന്റെ ദേഷ്യം കിട്ടി പഴച്ചുപോയ, വഴിപഴച്ചുപോയവർ ആരാണ് എന്ന് ഈ ഉമ്മത്തിന് ബോധ്യമുണ്ടാവണ്ടേ? ആരൊക്കെയാണ് പഴച്ചുപോയവർ? ആരൊക്കെയാണ് വഴിതെറ്റിപ്പോയവർ? ആരൊക്കെയാണ് റബ്ബിന്റെ കോപത്തിന് കാരണക്കാരായ ആളുകൾ? ഇത് പറയാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നത്. ഇന്നത്തെ പല പുത്തനാശയക്കാരെക്കാൾ നിസ്കാരത്തിലും നോമ്പിലും അതേപോലെ എല്ലാ പുണ്യകർമ്മങ്ങളിലും അവരുടെയൊക്കെ ഖുർആൻ പാരായണം കേട്ടാൽ എല്ലാവരും അത്ഭുതപ്പെടുമായിരുന്നു. അത്ര മനോഹരമായ ഖുർആൻ പാരായണം, നീണ്ട നിസ്കാരം, നല്ല വേഷവിധാനം, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തിരുന്ന ആളുകളായിരുന്നു ഖവാരിജുകൾ. ആ ഖവാരിജുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? വഹും കിലാബു അഹ്ലിൻ നാർ, അവർ നരകത്തിലെ നായകളാണ് എന്നാണ്. അവരെ മാറ്റി നിർത്തണ്ടേ? ആ ഖവാരിജിയത്തിന്റെ ആശയമുള്ള ആളുകൾ ഇന്നും നമ്മുടെ നാടുകളിലില്ലേ? മുഅ്തസിലി ആശയം പേര് നടക്കുന്നവരില്ലേ? ഇന്നത്തെ വഹാബികളും മൗദൂദികളും ഒക്കെ കൊണ്ടു നടക്കുന്നത് ഈ ഖവാരിജിയത്തിന്റെയും മുഅ്തസിലിസത്തിന്റെയും കഴിഞ്ഞു പോയ പുത്തനാശയക്കാരുടെ ഭാണ്ഡങ്ങളാണ്. അവരൊക്കെ ഇപ്പോഴും ആ മാറാപ്പുകളാണ് ചുമന്നു നടക്കുന്നത്. അതുകൊണ്ടാണ് സമസ്ത പറയുന്നത് അവരുടെയൊക്കെ വഴി അപകടമാണ്. ഈ ഉമ്മത്ത് നശിച്ചു പോകും, പഴച്ചു പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? എന്റെ ഉമ്മത്ത് തഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് പല കക്ഷികളാകും, പല ചേരികളാകും. അവരാരാണ്? കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിലാകുമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. നരകത്തിലേക്ക് പോകുന്നവരുടെ തോളത്ത് നമ്മൾ കൈവെക്കണോ? നരകത്തിലേക്ക് പോകുമെന്ന് മുത്തനബി പറഞ്ഞ ബിദ്അത്തുകാരെ നമ്മൾ കൂടെ ചേർക്കണോ? നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞവരെ അവരെ ഒഴിവാക്കുകയും അവരുടെ കൂടെ ഉമ്മത്ത് പോകരുത്. പിന്നെ സ്വർഗത്തിലേക്കുള്ളവരാരാണ്? ഒരേ ഒരു വിഭാഗം, ഇല്ലാ മില്ലത്തൻ വാഹിദ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയിൽ ജീവിക്കുന്ന ആളുകൾ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാടുകളിൽ ബിദ്അത്തുകാർ, വഹാബികളും മൗദൂദികളും ഒക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് പറയാറുണ്ട്, തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യം ഉപേക്ഷിച്ചു പോവുകയാണ്. ആ 2 കാര്യങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപഴച്ചു പോവുകയില്ല. നിങ്ങൾ ആ വഴികളിൽ തമസ്സുക്ക് ചെയ്താൽ, മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപഴച്ചു പോവുകയില്ല. ഏതാണ് മുത്തനബി പറഞ്ഞ 2 കാര്യങ്ങൾ? ഒന്ന് കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിൻ അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആൻ ഷരീഫാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? സുന്നത്ത നബിയിക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്താണ്, മുത്തനബിയുടെ സുന്നത്താണ്. ഈ ഹദീസ് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ നമ്മൾ വഴിപഴച്ചു പോകാതിരിക്കാൻ ചെയ്യേണ്ടത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കലാണ് എന്ന് പറയാറുള്ളത്.
ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ബിദ്അത്തുകാരോട്, അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ ഏത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാനാണ് പറഞ്ഞത്? ഇന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ മുറുകെ പിടിക്കണം. ഏതാ ഖുർആൻ? നമ്മുടെ പള്ളിയിലുണ്ട്, വീടുകളിലുണ്ട്, എല്ലാവരുടെ കയ്യിലുമുണ്ട്, ഖുർആൻ ഉണ്ട്, മുസഹഫുണ്ട്, അതിന്റെ പരിഭാഷകളുണ്ട്. 114 സൂറത്തുകളുള്ള 6000-ലധികം ആയത്തുകളുള്ള പുസ്തകത്തിന്റെ രൂപത്തിൽ ചട്ടക്കൂട്ടിലാക്കിയ മുസഹഫ്, അത് മുറുകെ പിടിക്കണം എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? പിന്നെ പറയും സുന്നത്ത് മുറുകെ പിടിക്കണം. ഏതാ നിങ്ങൾ പറയുന്ന സുന്നത്ത്? നിങ്ങൾ പറയും സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇബ്നു മാജ, തുർമുദി, നസായി, അബൂ ദാവൂദ്, സ്വഹാഹു സിത്ത. അത് തന്നെ മുഴുവൻ നിങ്ങൾ അംഗീകരിക്കാറില്ല. ഇന്ന് വഹാബികൾ തമ്മിൽ ഗ്രൂപ്പുകളായി തമ്മിൽ തല്ലുമ്പോ വിസ്ഡം ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ആരോപിക്കുന്നത് KNM-കാര്, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആളുകളും മർക്കസ് ദഅവയുടെ ആളുകളും 3000-ഓളം ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ, സ്വഹാഹു സിത്തയിൽ വന്ന ഹദീസുകളെ തള്ളിക്കളയുന്നവരാണ് എന്നാണ്. അപ്പോ ബാക്കി അതൊക്കെ നിങ്ങൾ തള്ളിയതിന്റെ ബാക്കി ഏതാനും കുറഞ്ഞ ഹദീസുകൾ കിതാബുകളിൽ വന്നത് നിങ്ങൾ മുറുകെ പിടിച്ച്, ഈ പറയുന്ന മുസഹഫ് മുറുകെ പിടിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് തെറ്റുപറ്റിപ്പോയി. അല്ലാഹുവിന്റെ റസൂല് ഞാൻ ഇതാ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞത് അതാണോ? മുത്തനബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ള ഇത് പറയുമ്പോ തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഇട്ടേച്ചു പോകുന്നു, ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറയുമ്പോ മുത്തനബിയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ 114 സൂറത്തുകൾ, ഈ ആയത്തുകൾ ഇങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ? മുസഹഫിന്റെ രൂപത്തിലായിട്ടുണ്ടോ? ഇല്ല. ഒരൊറ്റ ഹദീസിന്റെ കിതാബും ഉണ്ടായിട്ടില്ല. ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഖുർആനും ലക്ഷക്കണക്കിന് ഹദീസുകളും ആ ഖുർആനു ശരീഫും മുത്തുനബിയുടെ 23 കൊല്ലത്തെ ജീവിത കാലഘട്ടത്തിലുണ്ടായ അഫ്ആലുഹു വ അഖ്വാലുഹു വ തഖരീറാത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഴുവൻ സുന്നത്തല്ലേ? ലക്ഷക്കണക്കിന് ഹദീസുകൾ. ഇതെല്ലാം പഠിച്ച 1,00,000-ലേറെ സ്വഹാബിമാർ, അവരുടെ ഖൽബിലാണ് ഖുർആൻ ഉള്ളത്, അവരുടെ ഖൽബിലാണ് ഹദീസുകൾ ഉള്ളത്. അവരെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ, സ്വഹാബത്തിനെ തള്ളിയാൽ ഖുർആനെ തള്ളലാണ്, സ്വഹാബത്തിനെ തള്ളിയാൽ മുത്തുനബിയുടെ സുന്നത്തിനെ തള്ളലാണ്. അതുകൊണ്ടാണ് നമ്മുടെ വഴി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. മുത്തുനബിയുടെ സുന്നത്തും സ്വഹാബത്തിന്റെ ജമാഅത്തും, അതാണ് യഥാർത്ഥത്തിലുള്ള വഴി. അല്ലാതെ സ്വഹാബത്തിനെ മുഴുവനും വലിച്ചെറിഞ്ഞ് സ്വഹാബിമാരെ മുഴുവനും അവര് കേരളത്തിലെ മുസ്ലിയാക്കന്മാര് തെളിവല്ലാത്തതുപോലെ, ദീനിൽ തെളിവല്ലാത്തതുപോലെ മുത്തുനബിയുടെ സ്വഹാബിമാരും ദീനിൽ തെളിവല്ല എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചവരല്ലേ വഹാബികൾ? സ്വഹാബത്തിനെ തള്ളിയവരല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാർ? ഇന്നും അവരുടെ പുസ്തകങ്ങളിൽ സ്വഹാബത്തിനെ തള്ളിയ എത്രയോ എഴുത്തുകളും ലേഖനങ്ങളും പുസ്തകങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും നമുക്ക് പറയാനായി സാധിക്കും. സ്വഹാബത്തിനെ തള്ളിയാൽ പിന്നെ എന്ത് ദീനാണ്? അതുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ എങ്ങനെയാണ് മുറുകെ പിടിക്കേണ്ടത്, സുന്നത്ത് എങ്ങനെയാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അവിടെയാണ് വിഷയം. ഇവിടെ സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ വഴി മഹാന്മാരുടെ വഴിയാണ്. മഹാന്മാരെ ഇത്തിബാ ചെയ്യലാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അവരാരാ? ഖുർആൻ തന്നെ വിശദീകരിച്ചില്ലേ? ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഹാന്മാരാണ്. നമ്മൾ പിൻപറ്റുന്നത് മഹത്തുക്കളെയാണ്. ഞാനൊന്ന് പറയട്ടെ, വഹാബികളും മൗദൂദികളും അവരുടെ കുപ്രചാരണങ്ങൾ കേൾക്കുന്നവരും യൂട്യൂബിലും മറ്റുമൊക്കെ വഹാബി പ്രഭാഷണങ്ങളും മൗദൂദി പ്രഭാഷണങ്ങളും ഒക്കെ കേട്ട് സംശയങ്ങളുമായി നടക്കുന്ന കുറെ ആളുകളില്ലേ? ഇതാ റമദാനു ശരീഫ വരാനിരിക്കുന്നത്. തറാവീഹ് എത്ര റക്അത്താണ്? പല ആളുകളും തർക്കിക്കും. 8 ആണോ 20 ആണോ? 8 ആണ് എന്ന് പല ആളുകളും പറയുന്നുണ്ടല്ലോ. വഹാബികളും മൗദൂദികളും അവരുടെ പള്ളികളിൽ അങ്ങനെ നിസ്കരിക്കുന്നു. അവരും അതിന് ഹദീസാണല്ലോ തെളിവ് പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഇവര് പറയുന്നു ശരി, ഇനി സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് എടുത്തു പറഞ്ഞാലും ഇമാം അബൂ ദാവൂദ് തങ്ങളുടെ ഹദീസ് എടുത്തു പറഞ്ഞാലും മിക്കവാറും ഇവരൊക്കെ തറാവീഹിന്റെ 8-ന്റെ അതിന് തെളിവ് പറയുന്ന ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്.
അത് സത്യത്തിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തറാവീഹ് നിസ്കരിച്ചു, 8 റക്അത്ത് നിസ്കരിച്ചു. സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ആ ഹദീസിനെ വ്യാഖ്യാനിച്ച് മഹാന്മാര് പറയുന്നുണ്ട്, ആകെ 3 ദിവസമാണ് മുത്തുനബി തറാവീഹ് നിസ്കരിച്ചത് മദീനയിലെ പള്ളിയിൽ. നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഖ്യാപനം നടത്തിയിട്ടില്ല, ഈ വരുന്ന റമദാനിൽ തറാവീഹ് നിസ്കാരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. മുത്തുനബിക്ക് വഹ്യ് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അപ്പം നിർവഹിക്കാറാ പതിവ്. ആദ്യത്തെ ദിവസം തറാവീഹ് നടന്നു, മുന്നറിയിപ്പില്ലാതെ. അപ്പൊ പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു. അവര് പിന്നെ പുറത്തിറങ്ങി പറഞ്ഞു, പള്ളിയിൽ ഒരു നിസ്കാരം ഉണ്ടായിരുന്നു, എന്തൊരു അത്ഭുതകരമായ നിസ്കാരം, നല്ല റാഹത്തായി. പിറ്റേ ദിവസം ആളുകൾ അധികരിച്ചു. 3-ാമത്തെ ദിവസം പള്ളി നിറഞ്ഞു കവിഞ്ഞ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി. കേട്ടറിഞ്ഞ് ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹാബി 3-ാമത്തെ ദിവസമാണ് വന്നത്. അദ്ദേഹം കേട്ടറിഞ്ഞപ്പോഴേക്ക് സമയം വൈകി ഓടിക്കതച്ച് പള്ളിയിലെത്തി. 12 റക്അത്ത് കഴിഞ്ഞു, ബാക്കിയായ 8 റക്അത്തിലാണ് അദ്ദേഹം കൂടിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. ഇത് നമ്മൾ വ്യാഖ്യാനിക്കുകയല്ല, മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹം വൈകി വന്നപ്പോ അവസാനത്തെ 8 റക്അത്തിൽ കൂടി, അതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഒരു ഹദീസിന്റെ ഒരറ്റം മാത്രം പിടിച്ച് തറാവീഹ് 8 എന്ന് പറയുന്നവരോട് വളരെ വിനയത്തോടെ ഒരു സിമ്പിളായ ഒരു ചോദ്യം, നിങ്ങൾ ഏത് കിതാബ് തറാവീഹ് 8 തെളിവ് പറഞ്ഞാലും, സ്വഹീഹുൽ ബുഖാരിയോ മുസ്ലിമോ സ്വഹാഹു സിത്തയോ, ഇനി ഏത് തഫ്സീറോ ഫിഖഹിന്റെ കിതാബോ, ഏതൊക്കെ കിതാബുകൾ നിങ്ങൾ തെളിവ് പറഞ്ഞാലും, എന്റെ ചോദ്യം ഇതാണ്, വഹാബികളോട് മൗദൂദികളോട് 8 നിസ്കരിക്കുന്നവരോട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും തറാവീഹ് 8 നിസ്കരിച്ചിട്ടുണ്ടോ? ഇമാം മുസ്ലിം തങ്ങൾ 8 നിസ്കരിച്ചിട്ടുണ്ടോ? ഇമാം അബൂ ദാവൂദ് തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുഹദ്ദിസ്, ഏതെങ്കിലും ഒരു മുഫസ്സിർ, ഏതെങ്കിലും ഒരു ഇമാം, നിങ്ങൾ എത്ര കിതാബുകൾ തെളിവ് പറഞ്ഞാലും ആ കിതാബ് രചിച്ച ഏതെങ്കിലും ഒരു ഇമാം 20 അല്ലാതെ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അവരുടെ കിതാബുകളെ ദുർവ്യാഖ്യാനം നടത്തിയിട്ട് അതിന്റെ ഏതെങ്കിലും തലയും വാലും പിടിച്ച് യോജിപ്പിച്ച് തറാവീഹ് 8 എന്ന് അത് സമർത്ഥിക്കാനുള്ള അതര വ്യായാമം കൊണ്ട് കാര്യം നടന്നു പോകൂല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, സ്ത്രീകളെ ജമാഅത്തിന് കൊണ്ടുപോകണം എന്ന് പറയുന്നവരും തെളിവ് പറയാറില്ലേ? ഈ വഹാബികളും മൗദൂദികളും ഹദീസുകൾ ഉദ്ധരിക്കും, പല കിതാബുകൾ ഉദ്ധരിക്കും. അവിടെയും ഇതേ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം തങ്ങളോ സ്വഹാഹു സിത്തയുടെ ഏതെങ്കിലും ഒരു മുഹദ്ദിസ്, ഏതെങ്കിലും ഒരു മുഫസ്സിർ, ലോകത്ത് കഴിഞ്ഞു പോയ 10,000-കണക്കിന് ഇമാമുകളിൽ ഏതെങ്കിലും ഒരാൾ അവരുടെ ഭാര്യയെ, അവരുടെ ഉമ്മയെ, അവരുടെ പെൺകുട്ടികളെ, അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ ഈ തെളിവ് പറയുന്ന ഈ കിതാബിന്റെ ഓദർമാർ. മൂന്നാമത്തെ ഒരു ചോദ്യം, നിങ്ങൾ പറയാറുണ്ട് പള്ളികളിൽ മലയാളത്തിൽ ഖുത്ബ നടത്തണം, കന്നഡയിൽ ഖുത്ബ നടത്തണം, തമിഴിൽ ഖുത്ബ നടത്തണം, മാതൃഭാഷയിൽ ഖുത്ബ നടത്തണം. ഇവിടെയും ഇതേ ചോദ്യം ചോദിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അറബിയായിരുന്നില്ല. പലതും പറയുമ്പോ നിങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യാറ് എങ്ങനെയാണ്? അവരൊക്കെ അറബികളല്ലേ? ഷാഫി ഇമാം അറബി അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ള ഇമാമിങ്ങളൊക്കെ അറബികളല്ലേ? ഞാനൊന്ന് പറയട്ടെ, 100 കണക്കിന് പ്രാമാണികരായ മഹാപണ്ഡിതന്മാർ അറബികളല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റഷ്യക്കാരനാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ അറബ് നാടല്ല, റഷ്യൻ പ്രദേശമാണ്. അവരുടെ മാതൃഭാഷയിൽ ഇമാം ബുഖാരി തങ്ങൾ ഒരിക്കൽ പോലും ഖുത്ബ നിർവഹിച്ചിട്ടില്ല. ഇമാം തുർമുദി തങ്ങൾ അറബിയല്ല, അവരും ഒരു തവണ പോലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തിയിട്ടില്ല. ഈ ഇമാമുമാര് 100 കണക്കിന് പ്രാമാണികരായ ഇമാമുമാരെ അറബികളല്ലാത്തവരെ പരിചയപ്പെടുത്തി തരാം. അവരുടെ നാടുകളിൽ എന്തേ അവര് നാട്ടുഭാഷയിൽ, മാതൃഭാഷയിൽ ഖുത്ബ നിർവഹിക്കാതിരുന്നത്? കേരളക്കരയിൽ ആദ്യം മലയാളത്തിൽ ഖുത്ബ നടക്കുന്നത് മട്ടാഞ്ചേരിയിൽ ഒരു പള്ളിയിലാണ്. മുജാഹിദുകാര് കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അവർ ഖുത്ബ മാതൃഭാഷയിലാക്കിയിട്ടില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എവിടെന്നാണ് ഈ പുത്തനാചാരത്തിന് തെളിവുണ്ടായത്? ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ മതത്തിനകത്ത് യുക്തിവാദം കടത്തിക്കൂട്ടി സ്വന്തം ഇഷ്ടാനുസരണം ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ
അവർക്ക് പറ്റിപ്പോയ അമളികളാണ്, അബദ്ധങ്ങളാണ് നമ്മുടെ പാരമ്പര്യങ്ങളെ തകർക്കുക എന്നത്. ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ച മനോഹരമായ ദൗത്യം മുൻഗാമികൾ എന്ത് ചെയ്തുവോ അതുകൊണ്ടാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയം പറയുന്നത്. ഈ 100 കൊല്ലത്തിനിടയിൽ സമസ്ത പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്രത്തിലോ വിശ്വാസത്തിലോ നിലപാടിലോ ആദർശത്തിലോ മുൻഗാമികൾ എന്ത് പറഞ്ഞു, കഴിഞ്ഞു പോയ ഇമാമുകൾ മഹാന്മാർ എന്ത് പറഞ്ഞു, അത് മാത്രം അത് പറയാനാണ്. അവിടെ ഈ ഉമ്മത്തിനെ അടിയുറപ്പിച്ച് നിർത്താനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ആ സമസ്തയുടെ ആണിവേരുകൾ ആണ്ടാണ്ട് പോയത്, ആ സമസ്തയുടെ ശാഖോപശാഖകൾ വളർന്ന് വളർന്ന് പന്തലിച്ചത്, സമസ്ത എന്ന് പറയുന്ന വടവൃക്ഷം അതിന്റെ കായ്ക്കനികളും അതിന്റെ പൂക്കളും അതിന്റെ പഴവർഗ്ഗങ്ങളും അതിന്റെ തണലും അതിന്റെ തലോടലും സമസ്ത എന്ന പേര് പോലെ തന്നെ വ്യാപകമായത് കേരളക്കരയിൽ മലബാറിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം അതിന്റെ ഈ തണൽ കർണാടകയിലാകെ, തമിഴ്നാട്ടിലാകെ, ഇപ്പൊ ഉത്തരേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മനസ്സിലാക്കണം. 11,082 മദ്രസകൾ. ഇവിടെ ഒരു റേഞ്ച് ഉണ്ടല്ലോ. ഉസ്താദുമാര് പറഞ്ഞു ഈ അടുത്ത് മദ്രസകളുടെ എണ്ണം അധികരിച്ചപ്പോ റേഞ്ച് 2 ആക്കി. 5 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള റേഞ്ചുകൾ 470 ചില റേഞ്ചുകളായിരുന്നു. 427 റേഞ്ചുകളായിരുന്നു കൃത്യമായ കണക്ക് 5 കൊല്ലം മുമ്പ്. ഇപ്പോൾ അത് 572 റേഞ്ചായി എന്ന് പറഞ്ഞാൽ ഈ 5 കൊല്ലം കൊണ്ട് 145 പുതിയ റേഞ്ചുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വന്നു. മദ്രസകളുടെ എണ്ണം അത്രമേൽ അധികരിച്ചു. സമസ്തയുടെ മദ്രസകൾ ഏതാ? 2000-2000-ത്തിലധികം കുട്ടികൾ പഠിക്കുന്ന മദ്രസകളുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിലെ മദ്രസകൾ നമുക്കറിയാലോ. 200 കുട്ടി, 300 കുട്ടി, 400, 500 കുട്ടികളൊക്കെ പഠിക്കുന്ന മദ്രസകൾ. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മദ്രസയുടെ എണ്ണം എത്രയെന്നറിയോ? ആകെ 1948 മുതൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ആകെ ഉണ്ടാക്കാൻ കഴിഞ്ഞ മദ്രസ 596 മദ്രസയാണ്. ഞങ്ങളുടെയൊക്കെ നാടുകളിലുള്ള അവരുടെ മദ്രസകളുടെ കുട്ടികളുടെ എണ്ണം ഞങ്ങൾക്കൊക്കെ പലപ്പോഴും അറിയാം. എത്ര കുട്ടിയാ പഠിക്കുന്നത് മദ്രസയിൽ? ആകെ 15 കുട്ടി, 18 കുട്ടി, 20 കുട്ടി, 50-ലധികം കുട്ടികൾ പഠിക്കുന്ന മദ്രസകൾ. ഈ 596 മദ്രസകളിൽ എത്രയുണ്ട് എന്ന് സത്യസന്ധമായി പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയോ? ഇതേപോലെ തന്നെ വഹാബികളും മൗദൂദികളും വഹാബിസത്തിന്റെ ഓരോ സംഘടനകളും ഇസ്ലാം ഗ്രൂപ്പോ മർക്കസു ദഅവയോ അതേപോലെ KNM അവരുടെയൊക്കെ കഥ ഇങ്ങനെ തന്നെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഈ ഒരു ഖബൂലിയത്തുണ്ടായത് സമസ്തയുടെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല, സമസ്തയുടെ നിലപാട് കൊണ്ടാണ്. സമസ്ത മുന്നോട്ട് പോകുന്ന നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ഒരാശയം, ആദർശം, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. സാധാരണക്കാരായ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു വേറും വാശിയും ഒന്നിനുമില്ല. നമ്മൾ എന്തുകൊണ്ടാ സമസ്തക്കാരായത്? ഞങ്ങളൊക്കെ പ്രസംഗത്തിന് പോകുമ്പോ പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ സമസ്ത പറയണം. നിങ്ങൾ എന്താണ് സമസ്ത പറയണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പൊ അവർ പറയും സമസ്തയുടെ ഉസ്താദുമാരുടെ ആഖിബത്ത് നന്നായി, അവരുടെ നല്ല മരണങ്ങളെ കുറിച്ച് പറയണം. ശംസുൽ ഉലമ എങ്ങനെയാണ് വഫാത്തായത്? കണ്ണിയത്ത് ഉസ്താദ് എങ്ങനെയാണ് വഫാത്തായത്? മിത്തബയിൽ ഉസ്താദ് എങ്ങനെയാണ് വഫാത്തായത്? നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ ദാക്കിരീങ്ങളായിരുന്ന, സ്വാലിഹീങ്ങളായിരുന്ന, സാഹിദീങ്ങളായിരുന്ന അവരുടെ കറാമത്തുകൾ പറയണം, അവരുടെ വിശുദ്ധമായ ആത്മീയത പറയണം, അവർ ജീവിച്ചത് എങ്ങനെയാണെന്ന് പറയണം. ഇത് പറഞ്ഞു കൊടുക്കാനാണ് പലപ്പോഴും പറയാറുള്ളത്. നമ്മൾ അറിയണം, ബഹുമാനപ്പെട്ട ശൈഖുന വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് അല്ലാഹു മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, സമസ്തയുടെ 90-ാം വാർഷികത്തിന് ആ മഹാനുഭാവന്റെ പ്രാർത്ഥനയോടുകൂടെയാണ് ആരംഭം കുറിച്ചത്. ദുആ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാറുള്ള മഹാന്മാരുടെ വഴിയിൽ സൂഫിയായ സ്വാലിഹായ ആ മഹാനുഭാവന്റെ ആത്മീയമായി നമുക്കൊക്കെ വലിയ ഒരു ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്ന ആമീൻ എന്ന് പറഞ്ഞ ഒരു ദുആ
ആ ദുആ ഓർമ്മയില്ലേ? ആലപ്പുഴയിലെ കടപ്പുറത്ത് നടന്ന പ്രാർത്ഥന, ഓരോ മജ്ലിസുകളിലും നടന്ന പ്രാർത്ഥന. മഹാനായ വാവാട് ഉസ്താദ്, അതാണ് സമസ്തയുടെ വഴി. പഴയ കാലഘട്ടത്തിൽ സമസ്തയുടെ മഹാസമ്മേളനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ പറയും, എന്തിനാ സമ്മേളനത്തിന് പോകുന്നത്? അവര് പറയും യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് കരങ്ങൾ ഉയർത്തുമ്പോൾ അതിന് ആമീൻ പറയാൻ ഇപ്പോഴും ചില കുബുദ്ധികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാസർകോട്ടെ കുണിയയിൽ നിങ്ങളൊരു മഹാസമ്മേളനം നടത്തുമ്പോൾ എത്ര ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കണം? അത് ദൂർത്തല്ലേ? വെറുതെ കുറെ ആളുകളെ ഒരുമിച്ച് കൂട്ടി വലിയ ഒരു മഹാസമ്മേളനം നടത്തി കോടിക്കണക്കിന് രൂപ പ്രചരണത്തിനും സമ്മേളനത്തിനും ചെലവഴിച്ച് കൂട്ടരെ എന്ത് പ്രയോജനം? ആ കോടികളുണ്ടെങ്കിൽ ഒരു വലിയ അറബി കോളേജ് ഉണ്ടാക്കിക്കൂടെ? ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാമല്ലോ. ആ കോടികളുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം ചെയ്തയക്കാം. ആ കോടികളുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട രോഗികൾക്ക്, കിഡ്നി പോയവർക്ക്, ക്യാൻസർ രോഗികൾക്ക് സഹായിക്കാം. ഇതൊക്കെ വെറുതെ സമ്മേളനം കൂടി ഫെബ്രുവരി 4 മുതൽ 8 വരെ കുറെ ദൂർത്ത് നടത്തുകയല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. കോടികൾ എത്ര ചെലവഴിക്കേണ്ടി വന്നാലും ഈ ഉമ്മത്ത് ചെലവഴിക്കും ആ കോടികളെക്കാൾ വില മതിക്കുന്നത് കാസർകോട്ടെ കുണിയയിൽ ഇൻഷാ അല്ലാഹ് ഈ ഉമ്മത്തിന് ലഭിക്കാനുണ്ട്. അതെന്താണ്? ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോ ഔലിയാക്കൾ, കേരളക്കരയിൽ നമ്മൾ അറിയുന്നതും അറിയാത്തവരുമായ 10,000-കണക്കിന് ഔലിയാക്കൾ ആ സദസ്സിലുണ്ടാകും. 10,000-കണക്കിന് മുത്തുനബിയുടെ കുടുംബ പരമ്പരയിലെ തങ്ങന്മാർ ആ മജ്ലിസിലുണ്ടാകും. 10,000-കണക്കിന് ഹാഫിളീങ്ങളായ മക്കളുണ്ടാകും. 10,000-കണക്കിന് യതീമുകൾ ഉണ്ടാകും. ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ ഉണ്ടാകും. മഹാന്മാരായ ആബിദീങ്ങൾ ഉണ്ടാകും. ദുആക്ക് ഉത്തരം കിട്ടുന്ന ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു മജ്ലിസാണ് അവിടെ ഞങ്ങളുടെ നേതാക്കൾ സയ്യിദുൽ ഉലമ ദുആ ചെയ്യുമ്പോ, അവിടെ മഹാന്മാരായ തങ്ങന്മാര് ദുആ ചെയ്യുമ്പോ, അവിടെ ഓരോ സെഷനിലും ഓരോ ദുആയിലും കൂട്ടപ്രാർത്ഥന നടക്കുമ്പോ, അവിടെ ഖത്മുൽ ഖുർആൻ നടക്കും. 33,313 ആളുകളുടെ ക്യാമ്പിൽ അവിടെ ഖത്മുകൾ ഓതും. അവിടെ 33,313 യാസീൻ ഓതും, ഹദ്ദാദ് ചൊല്ലും. അവിടെ ദുആ നടക്കും. ആ ദുആയിൽ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന അവസാനത്തെ ദിവസം 8-ാം തീയതി മഗ്രിബ് നിസ്കാരത്തിന് അവിടെ ഒരുമിച്ച് കൂടി അവരിൽ ഒരു മഅ്മൂമായാൽ ആ കൂട്ടപ്രാർത്ഥനയിൽ ഒരാമീൻ പറഞ്ഞാൽ കോടികളെക്കാൾ വില മതിക്കുന്നത് ഞങ്ങൾ അതാണ് എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദുനിയാവിലെ കോടികളാ വലുത്? ഈ ഉമ്മത്തിന് രക്ഷപ്പെടണം. ഈ ലക്ഷക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുമ്പോൾ അവിടെ ഒരു ആമീൻ കിട്ടിയാൽ കോടികളെക്കാൾ വലുതാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച നേതാക്കളുടെ അനുയായികളാ ഞങ്ങൾ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആക്ക് ആമീൻ പറഞ്ഞവർ, ശംസുൽ ഉലമയുടെ ദുആക്ക് ആമീൻ പറഞ്ഞവർ, വിത്തബൈൽ ഉസ്താദിന്റെ ദുആക്ക് ആമീൻ പറഞ്ഞവർ, വാവാട് ഉസ്താദിന്റെ ദുആക്ക് ആമീൻ പറഞ്ഞവർ. ആരാണ് വാവാട് ഉസ്താദ് എന്ന് നിങ്ങൾക്കറിയോ? ആ മഹാനുഭാവൻ അവസാനം വഫാത്താകാൻ പോകുന്ന സമയത്ത് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലെ സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്ത് അതിങ്ങനെ ആവർത്തിച്ച് വൈലൈഹി തുർജഊൻ, അത് പിന്നെയും അവസാനത്തെ ആയത്ത് പിന്നെയും ഓതും ആവർത്തിക്കും. ആ ആയത്ത് അങ്ങനെ യാസീൻ ഓതിയിട്ട് അതിന്റെ അവസാനത്തെ ആയത്ത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കലിമ ചൊല്ലി ബഹുമാനപ്പെട്ട മഹാനായ വാവാട് ഉസ്താദ് പരിശുദ്ധമാക്കപ്പെട്ട കലിമ ചൊല്ലി പുഞ്ചിരിയോടുകൂടെ ഈ ലോകത്തോട് കണ്ണടച്ചുപോയി. ഒരു തിങ്കളാഴ്ച രാവിൽ. ഇത് തന്നെയാണ് സമസ്തയുടെ ഓരോ ഉലമാഇന്റെ ചരിത്രവും പറയാനുള്ളത്. അതിനാണ് നമ്മളൊക്കെ സമസ്തക്കാരായത്. ആരെയും തോൽപ്പിക്കാനല്ല, ആരോടും മത്സരിക്കാനല്ല, ആരെയും വെല്ലുവിളിക്കാനല്ല, മറിച്ച് തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ, മുസ്ലിങ്ങളായി ജീവിക്കണം, ഈമാനോടുകൂടെ മരിച്ചു പോകണം. ബഹുമാനപ്പെട്ട ശൈഖുന മഹാനായ ശംസുൽ ഉലമയുടെ രീതി എന്തായിരുന്നു നമുക്കറിയണം, നമ്മൾ പഠിക്കണം. ആരാ ശംസുൽ ഉലമ? എത്ര മൗലിദുകൾ ഉണ്ടാക്കി ശംസുൽ ഉലമ?
ശംസുൽ ഉലമ എത്ര ഔലിയാക്കളുടെ മദ്ഹിന്റെ ഖസീദകൾ രചിച്ചു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മൗലിദ് രചിച്ചു. മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മഹാനായ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മഹാനവറുകളുടെ ബൈത്ത് അവരുടെ മദ്ഹ് ഖസീദയുടെ രൂപത്തിൽ രചിച്ചു. ഇപ്പോഴും അവിടെ പോയാൽ കാണാം ശംസുൽ ഉലമയുടെ ഖസീദ അവിടെ മനോഹരമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മൗലിദുകൾ ഉണ്ടാക്കി, ഒരുപാട് മൗലിദുകൾ മനപ്പാടമാക്കി, ഒരുപാട് ദിക്റുകളും അമലുകളുമായി കൊണ്ടു നടന്നു. അസ്മാഉൽ ബദർ മനപ്പാടമായിരുന്നു. ബദരീങ്ങളുടെ നാമങ്ങൾ 313 ബദരീങ്ങളുടെ നാമങ്ങൾ അത് മനപ്പാടമായിരുന്നു. ബഹുമാനപ്പെട്ട AV ഉസ്താദിനെ പോലെ മഹാന്മാരായ ഉസ്താദുമാരുടെ കൂടെ ഹജ്ജിന് പോയ സമയത്ത് ശൈഖുനാ ശംസുൽ ഉലമ മദീനയിലേക്ക് പോകുമ്പോൾ ആഗ്രഹം പറഞ്ഞു, നമുക്ക് ബദറിലേക്ക് പോകണം. ആളുകൾ പറഞ്ഞു ബദറിലേക്ക് പോകുമ്പോൾ തടയും. അതാ അറബികളുടെ രീതി. പോലീസുകാർ തടയും, അങ്ങോട്ട് പോകാൻ അനുവദിക്കൂല. നമ്മൾ എന്തിനാ വെറുതെ പോകുന്നത്? ഒരുപാട് വാഹനം ഓടണം, അവിടെ ഇറങ്ങാൻ അനുമതി നൽകൂല. ശംസുൽ ഉലമ പറഞ്ഞു, നമുക്ക് ബദറിലേക്ക് പോകണം, ബദരീങ്ങളുടെ അടുത്തേക്ക് പോകണം. അവിടെ കിടക്കുന്ന 14 ശുഹദാക്കൾ നമുക്ക് സിയാറത്ത് ചെയ്യണം. പോയി. ഒരു അത്ഭുതം, അവിടെ എത്തി ഇറങ്ങിയപ്പോ സാധാരണ ആര് വന്നാലും തടയാറുള്ള അറബികൾ പോലീസുകാര് ശംസുൽ ഉലമയെ കണ്ടപ്പോ സ്വീകരിക്കുകയാണ്. നേരത്തെ പരിചയമുണ്ടായത് കൊണ്ടല്ല. ഹബീബായ മുത്തനബി പറഞ്ഞു, അള്ളാന്റെ അടിമകൾ അവരെ കാണുമ്പോ റബ്ബിന് ഓർമ്മ വരും. അവരെ കാണുമ്പോ പരിചയമുള്ളവർക്കും അല്ലാത്തവർക്കും, ഏത് രാജ്യക്കാർക്കും ഏത് നാട്ടുകാർക്കും കാണുമ്പോ ഇതൊരു അസാധാരണ മനുഷ്യനാണ്. പടച്ച റബ്ബിന്റെ ആ ഒരു നൂറാനിയത്ത് കൊണ്ട് പ്രകാശിക്കുന്ന മുഖം, ഇതൊരു സാധാരണക്കാരനല്ല. ശംസുൽ ഉലമയെ സ്വീകരിക്കുകയാണ്. ശംസുൽ ഉലമ ബദറിന്റെ ആ മതിൽക്കെട്ടിന്റെ ഓരത്ത് ആ ഗേറ്റിന്റെ അവിടത്തേക്ക് എത്തി. ശംസുൽ ഉലമ പറഞ്ഞു, ഗേറ്റ് തുറക്കണം. കൂടെയുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവിടുത്തെ പാറാവുകാര് ഗേറ്റ് തുറക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും പലവട്ടം ഹജ്ജിന് പോയ ആളുകളില്ലേ, ഉംറക്ക് പോയ ആളുകളില്ലേ, നിങ്ങളൊക്കെ എന്തൊക്കെ സ്വാധീനം ഉപയോഗപ്പെടുത്തി പോയിട്ട് അവിടെ ആ ബദറിന്റെ ഗേറ്റ് തുറക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഗേറ്റ് തുറക്കപ്പെട്ടു. ശംസുൽ ഉലമ അകത്തേക്ക് കയറി. 14 ശുഹദാക്കൾ കിടക്കുന്ന ആ കെട്ടിന്റെ അടുത്ത് അതബോടെ അച്ചടക്കത്തോടെ പോയിരുന്നു. ഈ പോലീസുകാരും പാറാവുകാരും മുത്തവ്വമാരും അറബികളും കൂടെ വന്നു. ശൈഖുനാ ശംസുൽ ഉലമ ഫാത്തിഹ വിളിച്ചു. 313 ബദരീങ്ങളെ മുഴുവൻ അവരുടെ നാമങ്ങൾ ചൊല്ലി തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാൻ തുടങ്ങി. ഈ അറബികൾ അത്ഭുതപ്പെട്ടു. അവർ ഈ ദുആയിൽ പങ്കെടുത്തു. അവർ ചോദിച്ചു, ഈ 313 ബദരീങ്ങളുടെ അസ്ഹാബുൽ ബദറിന്റെ പേര് നിങ്ങൾക്കറിയുമോ? അറിയാം. അവരുടെ പേര് മാത്രമല്ല, അവരുടെ പിതാക്കളുടെ പേരറിയാം, അവരുടെ ചരിത്രം അറിയാം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ അവര് കെട്ടിപ്പിടിക്കുകയാണ്, ദുആ ചെയ്യണമെന്ന് പറയുകയാണ്. ഈ ആത്മീയ നായകന്മാരാ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയത്. ആ ശംസുൽ ഉലമ എങ്ങനെയാ വഫാത്തായത് നമുക്കറിയാമല്ലോ. വആഖിറു അൽഫാളിൽ അദാനി മുഖാരിനു ബിഔഫാസിഹിൽ ഉഖറല്ലതി ലം തുആഖബി. സുബഹി ബാങ്കിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ ആഖിറിലെ തിങ്കളാഴ്ച സുബഹി ബാങ്ക് കേൾക്കുമ്പോ യാസീൻ ഓതി പൂർത്തിയായി. ശൈഖുനാ ശംസുൽ ഉലമ ബാങ്ക് കേൾക്കുകയാണ്. ഓരോ കലിമക്കും മറുപടി പറഞ്ഞു. അവസാനത്തെ കലിമക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് മറുപടി പറഞ്ഞ് കലിമ ചൊല്ലിയിട്ട് കൈ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ആ അവസാന നിമിഷം വരെ ആ തസ്ബീഹ് മാല കയ്യിലുണ്ടായിരുന്നു. കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ആ തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വീഴുന്നു. കാലുകൾ ചേർത്ത് വെക്കുന്നു, ചുണ്ടുകൾ കൂട്ടിപ്പിടിക്കുന്നു, കണ്ണടക്കുന്നു, പുഞ്ചിരിച്ചു കിടക്കുന്നു. മരണത്തിന്റെ ഒരു പടച്ചിലോ ഒരു വെപ്രാളമോ ഒന്നും കാണിക്കാതെ ശാന്തമായ പുഞ്ചിരിയോടുകൂടെയുള്ള ഒരു ഉറക്കം പോലെ അതായിരുന്നു മരണം. ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയോ? ആരാണ് ശംസുൽ ഉലമ? മൗലിദ് ഓതി. ഇന്ന് മൗലിദ് ഓതാൻ മടിയുള്ള ആളുകൾ, മൗലിദ് ഈ വഹാബിയത്തിന്റെയും മൗദൂദിയത്തിന്റെയും ഒക്കെ കുപ്രചരണത്തിൽപ്പെട്ട് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ മനസ്സിലാക്കണം. നിങ്ങളെ ഇവരൊക്കെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ഖുർആൻ ഓതലല്ലേ ഏറ്റവും നല്ലത് മൗലിദ് ഓതുന്നതിനേക്കാൾ? ഞാൻ മിനിഞ്ഞാന്ന് ഒരു സ്ഥാപനത്തിലുള്ള ക്ലാസ്സിന് പോയപ്പോ ഒരു പെൺകുട്ടി ചോദിച്ചു, ഉസ്താദേ, മജ്ലിസുൻ നൂർ ചൊല്ലുന്നതിനേക്കാൾ നല്ലത് ഒരു ജുസ് ഖുർആൻ ഓതലല്ലേ? മങ്കൂസ് മൗലിദ് ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു ജുസ് ഖുർആൻ ഓതലല്ലേ? ഖുർആനല്ലേ ഏറ്റവും അഫ്ളല്?
ഈ പൊന്നുമോളെ ഒരു മതസ്ഥാപനത്തിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയെ ഈ യുക്തിവാദികൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമ്മളും അങ്ങനെ ചിന്തിക്കുമല്ലോ. ഖുർആൻ ഓതലല്ലേ ഏറ്റവും അഫ്ളലാണ് മൗലിദ് ഓതുന്നതിനേക്കാൾ. അതേപോലെ മറ്റുള്ള ഏത് മജ്ലിസുന്നൂറോ ഖുതുബിയത്തോ എന്ത് ചൊല്ലുന്നതിനേക്കാൾ, ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളൽ ഖുർആനാണ്. അതിനേക്കാൾ ഫضലുള്ള മറ്റൊരു കാര്യമില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട, എപ്പോഴും ഖുർആൻ ഓത എന്നാണോ അതിനർത്ഥം? ഇപ്പൊ നിസ്കാരത്തിൽ നമ്മൾ വജ്ഹത്ത് ഓതാറുണ്ട്, ദുആഉൽ ഇഫ്തിതാഹ്. എന്തേ ഒരാൾ പറയാ അതങ്ങോട്ട് മാറ്റിയിട്ട് നേരെ ഫാത്തിഹ ഓതിയാ പോരെ, ഫാത്തിഹ 2 തവണ ഓതിയാ പോരെ, അത്തഹിയാത്ത് മാറ്റിയിട്ട് അവിടെ ആയത്തുൽ കുർസി ഓതിയാ പോരെ? ഖുർആനല്ലേ, ഖുർആനിലെ ആയത്തല്ലേ? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ വന്ന ഒരു ദുആ ഓതിക്കൂടെ? 2 സുജൂദിന്റെ ഇടയിൽ ദുആ ഉണ്ട്, റബ്ബി ഗഫിർലി വർഹംനി, ഖുർആനിൽ വന്നതല്ല. അതിന് പകരം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, ഖുർആനല്ലേ, ആയത്തല്ലേ? നിസ്കാരത്തിൽ ചൊല്ലാനുള്ളത് മുഴുവൻ ആയത്താക്കുക, ഖുർആനാക്കുക എന്നൊരാൾ പറഞ്ഞ എന്താ അതിനർത്ഥം? ഖുർആൻ ഓതേണ്ടടുത്ത് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലേണ്ടടുത്ത് ദിക്ർ ചൊല്ലണം, മുത്തനബിക്ക് സ്വലാത്ത് ചൊല്ലേണ്ടത് സ്വലാത്ത് ചൊല്ലണം, മുത്തനബിയുടെ മദ്ഹ് പാടേണ്ടടുത്ത് പാടണം, പറയേണ്ടടുത്ത് പറയണം. നിസ്കാരം കഴിഞ്ഞാല് നമ്മുടെ ഒരു പതിവ് എന്താ? ആയത്തുൽ കുർസി ഓതി സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലും, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഒരാൾ പറയാണ്, അല്ല ഉസ്താദെ, പള്ളിയിലെ ഖത്തീബിനോട് 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നതിനേക്കാൾ നല്ലതല്ല ഒരു ഫാത്തിഹ ഓതിയാൽ ഖുർആൻ അല്ലേ? അല്ലേ? അല്ല, നിങ്ങൾ പറയും, ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ അവിടെ. 33 സുബ്ഹാനല്ലാഹ് ചൊല്ലലാണോ ഏറ്റവും അഫ്ളല്, അതോ ഒരു ഫാത്തിഹ ഓതലാണോ? ഫാത്തിഹ അല്ലേ, ഖുർആൻ അല്ലേ? ഫാത്തിഹ ഓതൽ എന്താ തർക്കം? 33 അൽഹംദുലില്ലാഹ് ചൊല്ലലാണോ? 3 വട്ടം ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതല ഏറ്റവും അഫ്ളല്. 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് തഅദുലു സുലുസൽ ഖുർആൻ 3 വട്ടം ഓതിയ ഖത്തം തീർത്ത കൂലിയ. ഉറപ്പല്ലേ? അതാ നല്ലത്. ഖുർആൻ അല്ലേ, ഒരു ഖത്തം തീർത്ത കൂലിയല്ലേ? അല്ലാഹു അക്ബർ 33 ചൊല്ലുന്നതിന് പകരം ഖുൽ ഹു റബ്ബിൽ ഫൽഖ് ഖുൽ ഹു റബ്ബിൻ നാസ് മുഅവ്വദതനി. അപ്പൊ പിന്നെ എന്നാ ഇൻഷാ അല്ലാഹ് നാളെ സുബഹി മുതൽ നമ്മുടെ പള്ളിയിൽ സുബ്ഹാനല്ലാഹ് ഇല്ല 33 അല്ലാഹു അക്ബർ അതൊക്കെ നിർത്തലാക്കിയതിന് പകരം ഒരു ഫാത്തിഹ 3 ഇഖ്ലാസ് ഖുൽ ഹു റബ്ബിൽ ഫൽഖ് ഖുൽ ഹു റബ്ബിൻ നാസ് ഓതി നമുക്ക് ദുആർന്ന എത്ര ഫളല. ഖുർആൻ ഓതി ദുആ ചെയ്യലായില്ലേ? ദിക്ർ ഒഴിവാക്കി ഖുർആൻ ആക്കുക. പാസ്സായി കിട്ടുവോ? നടക്കുവോ? കമ്മിറ്റി സമ്മതിക്കുവോ? എന്ത് ഇത് തെളിവല്ലേ കൂട്ടരെ? 33 സുബ്ഹാനല്ലാഹയേക്കാൾ അഫ്ളല് ഖുർആൻ ഓതലാണ്. അത് നടക്കൂല. കാരണം എന്താ? ഖുർആൻ ഓതേണ്ടടുത്ത് ഖുർആൻ ഓതണം. ഇനി നിങ്ങൾ നോക്ക്, മദീനത്തെ പള്ളിയിലാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മിമ്പർ പണി കഴിപ്പിച്ചു കൊടുത്തത്. എന്തിനു വേണ്ടി? സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് പാട്ട് പാടാൻ. പള്ളിയാണ്, ഇവിടെ പാട്ട് പാടരുത് എന്ന് പറഞ്ഞു. പള്ളിയിൽ ഖുർആനെ ഓതാൻ പാടുള്ളൂ. പള്ളിയിൽ മജ്ലിസുൻ നൂർ നടത്തണ്ട, പള്ളിയിൽ മൗലിദ് ഓതണ്ട, പള്ളിയിൽ ഖുതുബിയത്ത് ചൊല്ലണ്ട, പള്ളിയിൽ ബുർദ പാടണ്ട. പള്ളി അള്ളാന്റെ പള്ളിയാണ്, അവിടെ ഖുർആൻ മാത്രമേ ഓതാൻ പാടുള്ളൂ എന്ന് പറയുന്നവരോട് മുത്തുനബി പറഞ്ഞു, മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ പണി കഴിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് പാട്ട് പാടാൻ. മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ഹസ്സാനെ. ഈ മിമ്പറിന്റെ മുകളിൽ കയറി നീ ഖുർആൻ ഓതിക്കോ എന്നല്ല. ഹസ്സാൻ പാടി റളിയല്ലാഹു അൻഹു, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ പോലെ സുന്ദരനായ ഒരാളെ ആരും ഒരു കണ്ണും കണ്ടിട്ടില്ല. ലോകത്ത് ഒരു പടപ്പം ഒരു സൃഷ്ടിയും അങ്ങേ പോലെ ഒരു സുന്ദരനെ കണ്ടിട്ടില്ല. ആദം നബി കണ്ടിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യ കണ്ണും ഇനി കാണാൻ പോകുന്നില്ല. ഒരു ജീവജാലത്തിന്റെ കണ്ണും അങ്ങേ പോലെ ഒരു സൗന്ദര്യത്തെ ഇനി കാണാനില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. ഒരു പെണ്ണും ഒരു കുഞ്ഞിന് അങ്ങയെ പോലെ സുന്ദരന് ജന്മം നൽകിയിട്ടില്ല. നബിയേ, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ. ഒരു ഐബും ഒരു കുറ്റവും ഒരു കുറവും ഒന്നുമില്ലാതെ, ഒരു ഐബുമില്ലാതെ അങ്ങ് പടക്കപ്പെട്ടു. ഏതുപോലെ? കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. അങ്ങയുടെ ജന്മം അങ്ങ് സ്വയം ആഗ്രഹിച്ചതുപോലെ. എന്തൊരു അത്ഭുതമായ മദ്ഹാണ്. സത്യത്തിൽ ഈ അടുത്ത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയൊരു മുഫ്തിയോട് ഒരാൾ ചോദിക്കാണ്, ഈ ബൈത്ത് ചൊല്ലിയിട്ട് ഇതിങ്ങനെ പാടാൻ പാടുണ്ടോ?
ഇയാൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഇയാൾ പറയാണ്, ഇപ്പോഴും അത് യൂട്യൂബിലൊക്കെ അതിൽ അയാളെ ഫത്വ ഉണ്ട്. അയാൾ പറയാണ്, ഇത് സാഹിബുൽ ബുർദ ബൂസൂരി ഉണ്ടാക്കിയ എന്തൊക്കെ വാചോടാപങ്ങളാണ്, തള്ളിക്കളയേണ്ടതാണ്. ഇയാൾ വേഗം പറയാണ്, കാരണം ഇയാൾ മുൻധാരണയാണ്. ഇത് ഇങ്ങനെയുള്ളതൊക്കെ ബൂസൂരിയെ പാടുള്ളൂ, അതുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റൂല, അത് വലിച്ചെറിയേണ്ടതാണ് എന്ന് സൗദിയിലെ വഹാബിയായ മുഫ്തി പറയാണ്. സത്യത്തിൽ എന്താണ്? ഇയാൾ ഇത് പഠിച്ചിട്ടില്ല. ഇത് ബൂസൂരി ഇമാമിന്റെ വരിയല്ല, ഇത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന്റെ വരിയാണ്. ഇത് മദീനത്തെ പള്ളിയിൽ പാടിയ വരിയാണ്. ഇതേപോലെ ആയിരക്കണക്കിന് ഇതിനാ മൗലിദ് എന്ന് പറയുന്നത്. അത് പാടാനാണ് മദീനത്തെ പള്ളിയിൽ മിമ്പർ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ നമ്മൾ പാടണ്ടേ? ബുർദ പാടണ്ടേ? ത്വലഅൽ ബദ്ർ പാടണ്ടേ? മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വരുമ്പോഴും ബദർ യുദ്ധം വിജയിച്ച് പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോഴും ഒരു തവണ മാത്രമല്ല ത്വലഅൽ ബദ്ർ സ്വഹാബത്ത് പാടിയത്, പലതവണ പാടിയിട്ടുണ്ട്, ഒന്നിലധികം തവണ പാടിയിട്ടുണ്ട്. മുത്തുനബിയുടെ മുന്നിൽ റസൂലുള്ള തടഞ്ഞോ? ത്വലഅൽ ബദ്ർ പാടണ്ട എന്ന് പറഞ്ഞു. ഈ ത്വലഅൽ ബദ്ർ തന്നെയല്ലേ ഈ മൗലിദിന്റെ ഈരടികൾ? അത് തന്നെയല്ലേ യാ നബി സലാം അലൈക്കും? അത് തന്നെയല്ലേ ഈ ത്വലഅൽ ബദ്ർ തന്നെയല്ലേ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. നമ്മൾ മുത്തുനബിയെ വിളിച്ച് സലാം ചൊല്ലാറുണ്ട്, യാ നബി സലാം അലൈക്കും. എന്തിനാണ് മുത്തുനബി ഇങ്ങോട്ട് സലാം മടക്കണം? അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കുമ്പോ എന്താ അതിനർത്ഥം? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ഒരു സ്വലാത്തും ഒരു സലാമും മുത്തുനബിക്ക് ചൊല്ലിയാൽ 10 സ്വലാത്തും സലാമും മുത്തുനബിയിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. എന്താണ് സ്വലാത്തിന്റെ ഫളല്? എന്താണ് സലാമിന്റെ ഫളല്? യാ നബി എന്ന് വിളിക്കാൻ പാടില്ല. വഹാബികൾ അതല്ലേ ഉമ്മത്തിനെ പഠിപ്പിച്ചത്? എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായിരുന്ന പട്ടിക്കാട് ജാമിയയിൽ ശമ്പളം വാങ്ങാതെ വർഷങ്ങളോളം ആയിരക്കണക്കിന് ഫൈലിമാർക്ക് ദർസ് നടത്തിയ സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗമായിരുന്ന മലപ്പുറം ജില്ലയുടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ശൈഖുന കുഞ്ഞാണി ഉസ്താദ് ഒരു സാത്വികൻ വഫാത്തായി എന്ന് മുഹറം 10 രാവ്. മുഹറം അല്ലാഹുവിന്റെ മാസമല്ലേ? ആശുറയുടെ രാവ് ഫളലുള്ള രാത്രിയല്ലേ? ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രി എന്ന് മഹാന്മാര് പറഞ്ഞ രാത്രിയല്ലേ? കലിമ ചൊല്ലി പുഞ്ചിരിച്ച് വഫാത്തായി ശൈഖുന. മഹാനവറുകളുടെ ജനാസ നിസ്കരിക്കാനും അവസാനം ഒരു നോക്ക് കാണാനും 10,000 സമസ്തക്കാരങ്ങോട്ട് ചെല്ലുന്നത് മുഹറം 10 നോമ്പുകാരായിട്ടാണ്. മുഹറം 10 പകൽ നേരത്ത് ളുഹറിന് മുമ്പ് ആ ജനാസ ഖബറടക്കം ചെയ്യപ്പെട്ടു. ഏറ്റവും നല്ല ഒരു മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഡയറി കുറിപ്പുകൾ കണ്ടെടുത്തു. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു പേജിൽ ബിസ്മി എഴുതി, പിന്നെ സ്വലാത്തുൻ നാരിയ, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില സ്വലാത്തുൻ നാരിയ. അതിനുശേഷം എഴുതി വച്ചിരിക്കുന്നു അവ്വലു മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഞാൻ മുത്തുനബിയെ ആദ്യമായി സ്വപ്നത്തിൽ കണ്ടത് വലിയൊരു ബാഖിയാത്തിൽ പഠിക്കുന്ന കാലത്താണ്. ആ സന്ദർഭം എഴുതി വച്ചിരിക്കുന്നു. രണ്ടാമത് ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടത്, അതിന്റെ തീയതി, ഡേറ്റ്, സന്ദർഭം, റസൂലുള്ളാഹിന്റെ സുഗന്ധം അനുഭവിച്ചത്, മുത്തുനബി പറഞ്ഞത്. മൂന്നാമത് റസൂലുള്ളാഹിനെ കണ്ട തീയതി, അന്ന് റസൂലുള്ള വസിയ്യത്ത് ചെയ്തത്. നാലാമത് റസൂലുള്ളാഹിനെ കണ്ട തീയതി, സന്ദർഭം, അന്ന് റസൂലുള്ളാഹിന്റെ കൈ ചുംബിക്കണമെന്ന് പറഞ്ഞപ്പോ മുത്തുനബി എനിക്ക് കൈ നീട്ടി തന്നു. ഞാൻ റസൂലുള്ളാഹിന്റെ കൈ ചുംബിച്ചു. ശൈഖുന കുഞ്ഞാണി ഉസ്താദ് എഴുതി വെച്ചത് ഭാര്യക്കോ മക്കൾക്കോ ശിഷ്യന്മാർക്കോ ജീവിത കാലഘട്ടത്തിൽ അറിയുമായിരുന്നില്ല. ഇത് ആത്മീയ കച്ചവടത്തിന് പറഞ്ഞതല്ല. ഞാൻ അത്ഭുതപ്പെടുന്നു. നാരിയത്ത് സ്വലാത്താണ് ആദ്യം എഴുതി വെച്ചത്. ഒരു പക്ഷേ സ്വലാത്തുൻ നാരിയ അധികം ചൊല്ലി മഹാനവറുകൾ അതിന്റെ ഫള് കൊണ്ട് മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. ഈ സ്വലാത്തുൻ നാരിയയെ കുറിച്ച് നരകത്തിലേക്കുള്ള സ്വലാത്ത് എന്ന് പറയുന്നവരല്ലേ വഹാബികൾ, മൗദൂദികൾ. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ഒരു സ്വലാത്ത് ചൊല്ലി പതിവാക്കിയിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദർ അൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഖാദിരിയ ത്വരീഖത്തിന്റെ ഒരു ശൈഖ് ഇജാസത്ത് കൊടുത്തതാണ്. കണ്ണിയത്ത് ഉസ്താദ് പറയാറുണ്ട്, മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കാണാം.
പുഞ്ചിരിച്ച് മരിക്കാം. ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ കേദാരമായ മുത്തുനബിയെ കണ്ടു മരിക്കാം സക്കറാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിൽ. രണ്ടാമത്തെ നേട്ടം റസൂലുള്ള ഇമാമ് നിന്നുകൊണ്ടുള്ള മയ്യത്ത് നിസ്കാരം ലഭിക്കും. മൂന്നാമത് റസൂലുള്ള ഖബറടക്കം കഴിയുന്നത് വരെ മുത്തുനബിയുടെ ഹുദൂർ ഉണ്ടാകും. അങ്ങനത്തെ ഒരു സ്വലാത്തിന്റെ ഇജാസത്ത് എനിക്ക് കിട്ടി എന്ന് സൈനുൽ ഉലമാ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിനോട് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി. മയ്യത്ത് നിസ്കാരം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോ സൈനുൽ ഉലമ പറയാറുണ്ട്, ആ സ്വലാത്ത് കൊണ്ടുള്ള 3 നേട്ടവും കണ്ണിയത്ത് ഉസ്താദ് നേടിയിട്ടുണ്ട് എന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ ബിദ്അത്തുകാരാ, നിങ്ങൾ ഏതെങ്കിലും ഒരു തവണ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? വഹാബികളെ, മൗദൂദികളെ, ഇനി കുറച്ച് വഹാബിയത്ത് ബാധിച്ചവരെ, കുറച്ച് മൗദൂദിസം ബാധിച്ചവരെ, നിങ്ങൾ ഏതെങ്കിലും സമയത്ത് മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ ഒന്ന് കാണണം എന്ന ആഗ്രഹം വന്നിട്ടുണ്ടോ? മുത്തുനബിയെ മരിക്കുന്ന വേളയിൽ കാണണം എന്ന് ആഗ്രഹിച്ച് സ്വലാത്ത് ചൊല്ലാറുണ്ടോ? റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണം എന്ന മോഹം വന്നിട്ട് സ്വലാത്ത് ചൊല്ലാറുണ്ടോ? മുത്തുനബിയുടെ ഹൗദുൽ കൗസർ കിട്ടണമെന്ന് ആഗ്രഹം വരാറുണ്ടോ? അത് ആഗ്രഹിച്ച് മദീനത്ത് പോകണമെന്ന കൊതി വന്നിട്ടുണ്ടോ? ആ ആഗ്രഹത്തോടെ മദീനത്തേക്ക് പോയിട്ടുണ്ടോ? എത്രയോ വഹാബികൾ, മൗദൂദികൾ ഹജ്ജിനും ഉംറക്കും പോയിട്ട് മദീനത്തേക്ക് പോകാതെ, തിരിഞ്ഞു നോക്കാതെ തിരിച്ചു വരുന്ന ആളുകളില്ലേ? എന്താണ് മദീനയിൽ എന്ന് ചോദിക്കുന്നവർ, സ്വലാത്തുന്നാരിയെ കളിയാക്കുന്നവർ, മൗലീദിനെ കളിയാക്കുന്നവർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നത്, ഞങ്ങൾ മങ്കൂസ് മൗലിദ് ഓതുന്നത്, ഞങ്ങൾ എല്ലാ സ്വലാത്തുകളും ചൊല്ലുന്നത്, ഹദ്ദാദ് ചൊല്ലുന്നത്, ഖുതുബിയത്ത് നടത്തുന്നത്, മാല മൗലിദുകൾ പാടുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിലനിർത്തുന്നത് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഹബീബായ മുത്തുനബിയോട് അടുക്കണം, മുത്തുനബിയുടെ ഇഷ്ടം ലഭിക്കണം. റദീനാ ബില്ലാഹി റബ്ബാ وبالإسلام دينا وبمحمد نبيا ورسولا. അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? മുത്തുനബിയാണ് നമ്മുടെ നേതാവ്. അതിൽ തൃപ്തി ഉണ്ടാവണം. കേവലം അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് 1400 കൊല്ലം മുമ്പ് ഒരു എക്സ് നബിയായിരുന്നു എന്ന് പറഞ്ഞാ പോരാ. 23 കൊല്ലം നബിയായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, നവോത്ഥാന നായകനായിരുന്നു, പരിസ്ഥിതി സ്നേഹിയായിരുന്നു, രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, സാമ്പത്തിക ഉപജ്ഞാതാവായിരുന്നു, നല്ലയാളായിരുന്നു എന്ന് പാടിപ്പുകഴ്ത്തിയത് കൊണ്ടായില്ല. മുത്തുനബി അംഗീകരിക്കണം, മുത്തുനബിയുടെ ശഫാഅത്ത് അംഗീകരിക്കണം, അവിടുത്തെ ദറജ അംഗീകരിക്കണം. എന്താണ് മഖാമും മഹ്മൂദ്? പഠിക്കാനും അംഗീകരിക്കാനും കഴിയണം. എന്താണ് വസീല? എന്താണ് ഫളീല? എന്താണ് മുത്തുനബിയുടെ ദറജ? മുത്തുനബിക്ക് അല്ലാഹു കൊടുക്കുന്ന നിഅമത്തുകൾ അത് അംഗീകരിച്ച് മുത്തുനബി അറിയാൻ കഴിയണം. മുത്തുനബി മരിച്ച് മണ്ണായി പോയിട്ടില്ല കേട്ടോ. അത് വിശ്വസിച്ചാ പിന്നെ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാവാട് ഉസ്താദ് മരിക്കാൻ പോകുമ്പോ 2 കാര്യങ്ങളാണ് ആവർത്തിച്ച് ചൊല്ലിയത്. ഒന്ന്, സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്തും പിന്നെ റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യം വറസൂലാ. പിന്നെയും ആവർത്തിക്കാണ് റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യം വറസൂലാ. അങ്ങനെയൊക്കെ നമുക്കും മരിച്ചു പോകണം. അതിനാ നമ്മൾ സമസ്തക്കാരായത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം നമുക്ക് വളരെ പരിമിതമായതുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു വികാരമല്ല, ഇതൊരു ആത്മീയമായ ദാഹമാണ്. അൽഹംദുലില്ലാഹ്, ഈ ഉമ്മത്ത് സമസ്തയിൽ വിശ്വസിച്ചത് ആ ഒറ്റ കാരണത്താലാണ്. എന്ത്? 12 ലക്ഷത്തോളം കുഞ്ഞുമക്കളെ നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലെ മദ്രസ ഉൾപ്പെടെ ഈ മദ്രസകളിലൊക്കെ എല്ലാ കൊല്ലവും പ്രാർത്ഥനാ ദിനം നടക്കാറുണ്ട്. ഈ മദ്രസകളിൽ ഹദ്ദാദ് ചൊല്ലാറുണ്ട്, മൗലിദ് ഓതാറുണ്ട്, യാസീൻ ഓതാറുണ്ട്. ഈ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കുന്നുണ്ട്. ഫിഖ്ഹ്, അഖീദ, അഖ്ലാഖ്, തജ്വീദ് ഇതൊക്കെ സമസ്ത പഠിപ്പിക്കുന്നുണ്ട്. എന്തിന്? ഈ മക്കൾ സുന്നികളായി നിലനിൽക്കണം. ഈ മക്കൾ നമ്മൾ മരിച്ചു പോയാലും നമുക്ക് ഉപകാരമുണ്ടാവണം. അവർ മരിച്ചാൽ അവരും വിജയിക്കണം. ഇതിനാണ് സമസ്തയെ ഈ ഉമ്മത്ത് കബൂൽ ചെയ്തത്. ഇത് മഹാന്മാരുടെ വഴിയാണ്, ഇത് ഔലിയാക്കളുടെ വഴിയാണ്, ഇത് ഗുരുത്വവും പുരുത്വവും കിട്ടിയ മഹത്തുക്കളുടെ വഴിയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മഹാനായ സയ്യിദുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, പടച്ച റബ്ബ് ഓരോ കാലഘട്ടത്തിൽ കൊടുക്കുന്ന സമസ്തയുടെ ഒരു തൗഫീഖാണ്, ഒരു വലിയ ഒരു വ്യക്തിപ്രഭാവം. ശംസുൽ ഉലമ പോയപ്പോ സൈനുൽ ഉലമ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് ആ കസേരയിലേക്ക് വന്നു. പല ആളുകളും ആകെ അന്തം വിട്ടു, ഇനി ആരാ നമുക്കുള്ളത്? പക്ഷേ ശംസുൽ ഉലമയെ പോലെ സൈനുൽ ഉലമക്ക് ചെറുശ്ശേരി ഉസ്താദിന് പടച്ച റബ്ബ് ഒരു ഖബൂലിയത്ത് നൽകി,
വലിയ പ്രഭാഷകനായിട്ടല്ല, പക്ഷേ ശൈഖുനാ സൈനുൽ ഉലമയുടെ പ്രഭാഷണത്തെ എല്ലാവരും കാതോർത്തു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 100 കൊല്ലം മുമ്പ് 26-ൽ സമസ്ത രൂപീകരിക്കപ്പെടുമ്പോ ഈ സമസ്തയുടെ നായകൻ ഒരു സയ്യിദാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബാലവി, വലിയ ആലിമായ സയ്യിദ്, വലിയ സൂഫിയായ ത്വരീഖത്തിന്റെ ശൈഖായ ഒരു സയ്യിദിന്റെ കരങ്ങളിൽ സമസ്തയുടെ പ്രാരംഭം പടച്ചറബ് ഏൽപ്പിച്ചപ്പോ 100-ാം വാർഷികം എത്തിയപ്പോ മറ്റൊരു സയ്യിദ്, ഈ ഉമ്മത്തിന്റെ തങ്ങൾ ഉസ്താദ് സയ്യിദുൽ ഉലമ, ആലിമായ സയ്യിദുൽ ഉലമ, ഞങ്ങൾ പറയുന്നു അഭിമാനത്തോടെ, സൂഫിയായ സയ്യിദുൽ ഉലമ, മഹാപണ്ഡിതനായ സയ്യിദുൽ ഉലമ, കുശാഗ്ര ബുദ്ധിക്കാരനായ സയ്യിദുൽ ഉലമ. ഇപ്പോ നിങ്ങൾ കേട്ടോ, ഖത്തറിൽ പോയപ്പോ പത്രക്കാര് ചോദിച്ചു ഒരു ചോദ്യം, കേരള യാത്രയെ കുറിച്ച് എന്താ തങ്ങളെ നിങ്ങളുടെ അഭിപ്രായം? മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തോടുകൂടെ സ്വതസിദ്ധമായ ശൈലിയിൽ തങ്ങൾ ഉസ്താദ് പറഞ്ഞു, നല്ല അഭിപ്രായമാണ്, മനുഷ്യർക്കൊപ്പം നിൽക്കണം, അവര് കേരള യാത്ര നയിക്കട്ടെ, യാതൊരു എതിർപ്പും പറഞ്ഞില്ല. പക്ഷേ തങ്ങൾ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പം മാത്രമല്ല, ഞങ്ങൾ ഈ ഭൂമിയിലെ മിണ്ടാപ്രാണികൾക്കും പരിസ്ഥിതിക്കും ഈ സകല ജീവജാലങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സകല പടപ്പുകൾക്കും ഒപ്പമാണ്, മനുഷ്യർക്കൊപ്പം മാത്രമല്ല. അതാണ് മുത്തുനബി പഠിപ്പിച്ചത്. എങ്ങനെ അത് പറയാൻ കഴിയാ? അത് കേട്ടപ്പോ സത്യത്തിൽ കോരിത്തരിച്ചു പോയി. ട്രാപ്പിൽ വീഴ്ത്താൻ പത്രക്കാര് പല ശ്രമവും നടത്താറുണ്ട്. ജാഥക്ക് മുമ്പ് കോഴിക്കോട് പത്രസമ്മേളനം 100 കണക്കിന് പത്രക്കാര് മുന്നിൽ വന്നു. അപ്പൊ ഒരു പത്രക്കാരൻ ചോദിച്ചു, തങ്ങളെ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമല്ലേ? വലിയ വെല്ലുവിളികളല്ലേ, പ്രതിസന്ധികളല്ലേ? മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാവണ്ട. ചോദ്യത്തിന്റെ ഉന്നം എന്താണ്? മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാവരും ഒറ്റക്കെട്ടാവണ്ട. നിങ്ങൾ ഇങ്ങനെ വേറെ സമ്മേളനം നടത്താൻ പറ്റുമോ? ആദർശം പറയാൻ പറ്റുമോ? അതാ ചോദ്യത്തിന്റെ കുന്തമുന. തിരിച്ചറിഞ്ഞുകൊണ്ട് സയ്യിദുൽ ഉലമ പറഞ്ഞ മറുപടി എന്താ? ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രം ഒറ്റക്കെട്ടായാൽ മറ്റുള്ള ഭൂരിപക്ഷ സമുദായം എന്താ കരുതുക? ഇവര് മാത്രം ഒറ്റക്കെട്ടായി എന്തോ പടപ്പുറപ്പാടിനാണ്. അങ്ങനെ മുസ്ലിങ്ങൾ മാത്രം ഒറ്റക്കെട്ടാവാൻ പാടുണ്ടോ? തങ്ങൾ ഉസ്താദ് പറഞ്ഞ്, ഇന്ത്യ എന്ന ബഹുസ്വര രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല ഒറ്റക്കെട്ടാവേണ്ടത്, മുസ്ലിങ്ങളും ദളിതരും ക്രിസ്ത്യാനികളും ന്യൂനപക്ഷ വിഭാഗങ്ങളും സകല ജനാധിപത്യ മതേതരവാദികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ പോലെ, ഒരു ഭരണകർത്താവിനെ പോലെ സകല കുതന്ത്രത്തിന്റെ എല്ലാ തരത്തിലുള്ള ചൂണ്ടക്കൊളുത്തുകളുമായി വരുന്ന ഏത് പത്രപ്രവർത്തകനെയും ഇരുത്തുന്ന കാലികമായ സമർത്ഥമായ മറുപടി പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തോന്നിപ്പിച്ചു കൊടുക്കുക സമയാസമയത്ത്. ഇന്നവരെ എത്ര പത്രക്കാര് ചോദ്യം ചോദിച്ചു, എവിടെയെങ്കിലും പതറിയോ? ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ മുന്നിൽ വിവാദം ഉണ്ടാക്കിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് നൽകിയ വരദാനമാണ്. ശംസുൽ ഉലമയുടെ മദതാണ്, കണ്ണിയത്ത് ഉസ്താദിന്റെ മദതാണ്. ആ പൂർവസൂരികൾ മഹാനായ ആ ഗുരുനാഥനെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ ഇങ്ങനെ സയ്യിദുൽ ഉലമയെ പുകഴ്ത്തുമ്പോ ചില ആളുകൾ പറയും, ഇത് ഒരു വ്യക്തി എങ്ങനെ പാടി പുകഴ്ത്താണ്. ഇത് ദീനിന്റെ വഴിയാണ് മഹാന്മാരെ പാടി പുകഴ്ത്തൽ. പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ഖബൂലിയത്ത് കൊടുക്കുമ്പോ എത്രത്തോളം എന്നറിയോ? ഇതൊക്കെ ഒരു പൊതുസമൂഹത്തിന് പോലും പറയാൻ പോലും പേടിയാണ്. തങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറയുന്നത്, തങ്ങൾ ഉസ്താദ് പിന്നെ ആ സൗന്ദര്യം നിലനിർത്താൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചില ആളുകളെ പരാതിയാ. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബ് ഒരാൾക്ക് മുഖ സൗന്ദര്യവും അല്ലെങ്കിൽ ആ ഒരു മുഖപ്രഭാവവും ആ ഒരു നൂറാനിയത്തും കൊടുത്താൽ, ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആളുകൾക്കാണ് അങ്ങനെയൊക്കെ തോന്നുക എന്ന് മാത്രമേ അതിന് മറുപടി ഉള്ളൂ. ഭൗതിക ലോകത്ത് പടച്ച റബ്ബ് മുഖത്ത് നിന്ന് ഈമാനിന്റെ ഒരടയാളം ഊരി മാറ്റിയാൽ, ഏത് ബ്യൂട്ടി പാർലറിൽ പോയി പൗഡർ ഇട്ട് മിനുക്കിയാലും നിന്റെ മുഖം ഇരുണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നവരാണ് സയ്യിദുൽ ഉലമക്കെതിരെ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. പടച്ച റബ്ബ് നൽകിയ ഒരു വ്യക്തിപ്രഭാവമാണ്. അതിനൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സമസ്തയുടെ തലപ്പത്തേക്ക് വരുമ്പോ പടച്ച റബ്ബ് നൽകുന്ന ചില കബൂലിയത്താണ് അതിന്റെ ഒക്കെ പിന്നിലുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരുപാട് പറയണമെന്ന ആഗ്രഹമുണ്ട് നിങ്ങളുടെ ആവേശം കാണുമ്പോൾ. പക്ഷേ ഇവിടെ അസറിന് വലിയ ഒരു പടുകൂറ്റൻ റാലി നടന്ന് അതിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പങ്കെടുത്ത് ഇത്ര മണിക്കൂറുകൾ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട ഈ സദസ്സിന്റെ മുന്നിൽ സമയം, നമ്മുടെ പെർമിഷന്റെ സമയവും അവസാനിക്കുന്ന അവസാന നിമിഷങ്ങളിലായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനികളെ, അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ ആവേശം കാണുമ്പോൾ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ കർണാടകക്കാര് മാത്രം വന്നാൽ കാസർകോട്ടെ കുടിയയിലെ ആ സമ്മേളന
നഗരി നമുക്ക് തികയാതെ വരും. അത്ര വലിയ ആവേശത്തോടെ കർണാടകയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എവിടെ പോയാലും സമസ്തയുടെ പതാകകൾ പാറിക്കളിക്കുകയാണ്. പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ കേരളത്തിൽ അങ്ങനെ കാണുന്നില്ല. കർണാടകയിൽ കാണുന്നത് പോലെയുള്ള പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സയ്യിദുൽ ഉലമയും ഷെയ്ഖുൽ ജാമിയയും നമ്മുടെ മഹാന്മാരായ നേതാക്കളും മൺമറഞ്ഞു പോയവരും അവരൊക്കെ അനുസ്മരിപ്പിക്കുന്ന പടുകൂറ്റൻ പ്രചാരണങ്ങൾ, കട്ടൗട്ടുകൾ, സംവിധാനങ്ങൾ. എവിടെയും സമസ്ത, സമസ്തം സമസ്ത, എവിടെയും സർവ്വലോകങ്ങളിലും സമസ്ത. ഇങ്ങനെ ഒരു വൈകാരികമായി ഏറ്റെടുത്തത് അൽഹംദുലില്ലാഹ് അല്ലാഹു കർണാടകക്കാർക്ക്, ഈ ദക്ഷിണ കന്നഡയിലെ പ്രിയപ്പെട്ട സമസ്തയുടെ മക്കൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്തയോടുള്ള ഹുബ്ബ്, സമസ്തയോടുള്ള ഈ ബഹുമാനം അത് ഔലിയാക്കളോടുള്ള ഹുബ്ബാണ്, സാദാത്തുക്കളോടും മഹാന്മാരോടുള്ള ബഹുമാനമാണ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഈ മഹബ്ബത്ത് അൽ മർഉ മഅ മൻ അഹബ്ബ, ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടുകൂടെ പരലോകത്ത് ഒരുമിച്ച് കൂടാൻ കാരണമാക്കണേ റബ്ബേ. വരക്കൽ തങ്ങളുപ്പാപ്പ മുതൽ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും മിത്തബയിൽ ഉസ്താദും പൂർവ്വസൂരികളും ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ നേതാക്കളും ഈ ഒരു മഹാസംഘം ഈ പതാകയുടെ കീഴിൽ മഹദി ഇമാമിന്റെ കൂടെ അണിനിരക്കുന്നത് പോലെ സുഖലോക സ്വർഗത്തിലേക്ക് പല പതാകകൾ ഉണ്ടാകും. ഈ പതാകയുടെ തണലിൽ, സുന്നത്ത് ജമാഅത്തിന്റെ തണലിൽ മഹാന്മാരോടുള്ള മഹബ്ബത്ത് കാരണം അവരോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഈ വലിയ പരിപാടിക്ക് വേണ്ടി ഒരുപാട് വലിയ സംഭാവന നൽകിയവർ, ഉസ്താദുമാരും പ്രവർത്തകരും സമീപിച്ചപ്പോൾ നാട്ടിലും വിദേശത്തുമുള്ളവർ എല്ലാ സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. വാരിക്കോരി ചൊരിഞ്ഞവർ അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. ഉമറാക്കൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. സമ്പന്നന്മാരായ ആളുകൾ, പടച്ചവനെ സമസ്തയെ സ്നേഹിച്ച സമസ്തയുടെ തഹിയ ഫണ്ടിന് 100ാം വാർഷികത്തിന് ഈ പരിപാടിക്കൊക്കെ സഹായിച്ച ആളുകൾ എല്ലാവരെയും രണ്ട് ലോകത്തും നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, നീ സഹായിക്കണേ റബ്ബേ. സമസ്തയുടെ ബറക്കത്ത് കൊണ്ട് നീ സഹായിക്കണേ റബ്ബേ. പടച്ചവനെ, സമസ്തയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും അവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. കുഞ്ഞുമക്കൾ, SBVയുടെ മക്കൾ മുതൽ SKSSF, അങ്ങനെ നമ്മുടെ ഓരോ സംഘടനകൾ, ജമിയത്തുൽ മുഅല്ലിമീൻ, SKMMA, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സഹോദരൻ ഗൾഫില് തടവറയിൽ കഴിയുന്ന, ജയിലിൽ കഴിയുന്ന ഒരു സഹോദരന്റെ മോചനത്തിന് വേണ്ടി 2 സഹോദരന്മാർ, അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണേ. പലപ്പോഴും നിരപരാധികളായി നിസ്സാരമായ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടുമൊക്കെ അത് വിദേശത്തൊക്കെ പതിവാണ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതേപോലെ നമ്മുടെ UM ഉസ്താദ്, അള്ളാഹുവെ നീ സലാമത്ത് നൽകണേ റബ്ബേ. ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ക്ഷീണിതനാണ്, പല ഉസ്താദുമാരും രോഗികളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഒരു 11 തഹ്ലീലുൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ദുആക്ക് മുമ്പ് ഒരു മൊമെന്റ് കൊടുക്കാനുണ്ട്, അത് കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി ഒരു 11 തഹ്ലീലുൽ ചൊല്ലി വളരെ പെട്ടെന്ന് തന്നെ ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.